ഞാനൊരു വിവാഹം വേറെ കഴിച്ച എന്നെ സംബന്ധിച്ച് സുധിച്ചേട്ടൻ എന്നുള്ള പേര് പിന്നെ എന്നേക്കുമായിട്ട് എനിക്ക് അദ്ദേഹം പേരല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, അദ്ദേഹം എന്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ. എനിക്കത് പോകാൻ താല്പര്യം. എന്നിൽ നിന്ന് ഒരുപാട് ദൂരമാകും സുധിച്ചേട്ടന്റെ പേരെന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന്റെ പേരാണുള്ളത്. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ മാത്രമാണ് എനിക്ക്. ഞാൻ അങ്ങനെ അതെനിക്ക് കളയാൻ താല്പര്യമില്ല. ഇതുവരെ എനിക്കില്ല താല്പര്യം. ഇല്ല ഇല്ലെന്ന് തന്നെ ഉറച്ചു പറയാണ്. ഇല്ലടാ, ഇല്ല, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രേണു സുധിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കുറേ പോസ്റ്റുകളും കാര്യങ്ങളും റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു സുധി എന്ന് പറയാൻ തന്നെ എനിക്കിപ്പോൾ എന്തോ ഒരു ഇത് തോന്നുകയാണ്. അപ്പോൾ അതിനൊക്കെ അതീതമായിട്ടുള്ള പ്രവർത്തികളാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പുള്ളിക്കാരി ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പുള്ളിക്കാരൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു, ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിട്ട ആ ഒരു പോസ്റ്റിൽ പുള്ളിക്കാരി ഇട്ട ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരിക്കലും ആ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ കമൻറ്റ് ഒന്ന് ഞാൻ ആദ്യം ഒന്ന് വായിച്ചു തരാം കേട്ടോ. കമൻറ്റ് വായിക്കുമ്പോൾ കമൻ്റ് അല്ല, ആ പോസ്റ്റിന്, ആ റീൽ ഇട്ടിട്ട് ആ പോസ്റ്റിന് പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ വായിച്ചു തരാം. ശരിയാണ്, അത് എന്തിൻ്റെ ഇതിലാണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ കൂടെയുള്ള ആ ഒരു ഇതാണ് ഇപ്പോൾ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ ഇതിലാണെങ്കിലും അത് ചെയ്തതിനോടോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ആ ഇത് ചെയ്യുന്ന സമയത്തുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്ത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ളത്, അപ്പോൾ ആളുകൾ കുറേ പേര് അതിനും കമൻറ്റ് ചെയ്യുന്നുണ്ട്. സുധി എന്നുള്ളൊരു ഇത് മാറ്റിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും രേണുവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കെന്തോ ഓവറായിട്ട് തോന്നി. ഇത്രയ്ക്കധികം ഒരാൾ എന്ത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ കാണിക്കുന്നതിനോട് എനിക്ക് എന്തായാലും യോജിപ്പ് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ആ ഒരു ഇത് വായിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു കമൻറ്റ്, ആ ഒരു ഇതിൽ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു. രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ. ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ 1000 നന്ദി. അങ്ങനെ ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത്. ഡോക്ടർ ഗോപിനാഥൻ ആണ് രാജകുമാരിയുടെ ആ ഒരു ഇത് ഇട്ടിരിക്കുന്നത്. ഡോക്ടർ മനു ഗോപിനാഥൻ. പിന്നെ അയാളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഇതെന്ന് ഇങ്ങനെ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ ആ ഇൻ്റർവ്യൂ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ ഇൻ്റർവ്യൂവിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ട് ഇനി വിവാഹം കഴിച്ചോ, അങ്ങനെ ഇതൊക്കെയാണ് എനിക്ക് സംശയം തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു ക്യാപ്ഷനും കാര്യങ്ങളും ഇട്ടിട്ട് ഈ ഒരു ചെയ്തതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. അത് കുറച്ച് കൂടിപ്പോയി എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ. കമൻറ്റുകൾ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റുകൾ ഇങ്ങനെയാണ് കേട്ടോ: സത്യം, തരംഗം തീർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി കുറച്ച് നാൾ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി റീച്ച് ഉണ്ടാക്കാം. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ആ ഒരു മറ്റേ ഒരു ആളുടെ കൂടെയുള്ള റീൽസിന് ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ്സ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇതായിന്ന് കണ്ടപ്പോൾ അതിലെന്തായാലും നെഗറ്റീവ്സാണ് പുള്ളിക്കാർക്ക് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇപ്പോൾ ഈ ഒരു രീതിയിൽ റീച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കമൻറ്റ്: ഷോർട്ട് ഫിലിം എന്ന് കേട്ടാൽ കൊള്ളാം, അങ്ങനെയല്ല എങ്കിൽ ഇനി ഒരിക്കലും രേണു സുധി എന്ന് പറയരുത്, രേണു മാത്രം. അപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഷോർട്ട് ഫിലിം ആണ് എന്ന് പറഞ്ഞാൽ നല്ലത്, അല്ലാതെ ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇനി രേണു സുധി എന്നൊരു ഇത് മാറ്റണം, രേണു എന്ന് മാത്രം മതി എന്നൊരാൾ പറയുന്നത്. അതിനോട് എനിക്ക് 100% യോജിപ്പാണ് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനൊരു ഇത് ആണ്, കല്യാണമാണ് കഴിഞ്ഞത് എങ്കിൽ രേണു സുധിയുടെ പേര് വെച്ചിട്ട് പിന്നെ റീച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സുധി എന്ന് അറിയപ്പെടാൻ തന്നെ രേണു എന്ന് അറിയപ്പെടാൻ തന്നെ കാരണം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അല്ലാതെ പുള്ളിക്കാരൻ്റെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല.
പിന്നെ വേറൊരു കമൻറ്റ് വന്നിരിക്കുന്നത്, രേണു ചേച്ചിയുടെ ഇഷ്ടത്തിന് അവൾ ജീവിക്കട്ടെ, ജീവിതം ഒന്നേയുള്ളൂ. അതുപോലെ ഇവിടെ വന്ന് കമൻറ്റ് ഇടുന്ന ഓരോരുത്തരും അവരൊരു നേരം ആഹാരം ഇല്ലാതിരുന്നാൽ നിങ്ങൾ കൊണ്ട് കൊടുക്കുമോ? കഴിക്കാനില്ല, അവർക്ക് അറിയാവുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. അതുമാത്രമല്ല, അവർ എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് എന്താണ്? അവരെന്ത് ചെയ്താലും മറ്റവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സുധിയുടെ പേരും വെച്ചിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഷോർട്ടും ഇതൊക്കെ ഇങ്ങനെയുള്ള വീഡിയോയും ക്യാപ്ഷനൊക്കെ കാണുമ്പോൾ ആരാണെങ്കിലും പ്രതികരിക്കും മോളെ. അല്ലെങ്കിൽ രേണു നേരത്തെ വന്ന ഇൻ്റർവ്യൂകളിലൊന്നും സുധിയെക്കുറിച്ച് സുധി മാത്രമാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ എങ്ങനെയെന്നൊന്നും പറയരുതായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് സുധിയെയും അതുപോലെ രേണുവിനെയും സ്നേഹിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാട്ടിക്കുട്ടലുകളൊക്കെ കാണുമ്പോൾ ആരാണെങ്കിലും പ്രതികരിച്ച് പോകുമ്പോൾ അല്ലാതെ വേറൊന്നും അല്ല ഇതിൻ്റെ ഉള്ളിൽ. സുധിയുടെ പേരും വെച്ചിട്ട് ഇങ്ങനെയുള്ള കാട്ടിക്കുട്ടൽ കാണുമ്പോൾ ആരാണെങ്കിലും അതിന് പറയും. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും. എപ്പോഴും പോസിറ്റീവ് വേണം എന്നുള്ളതൊന്നും നമ്മൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത്, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പോസിറ്റീവ് മാത്രം മതി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ആളുകൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അത്രയേ ഉള്ളൂ. പിന്നെ ഒരാൾ ശിവ എന്ന് പറഞ്ഞ ഒരാൾ, എന്തിനാണ് ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ആ സുധിച്ചേട്ടൻ പാവമല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യണമായിരുന്നു. എല്ലാവരും നിങ്ങളെ കുറ്റം പറഞ്ഞു, എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു. കാരണം നിങ്ങൾ എനിക്കൊരു നേരത്തെ ആഹാരം വിളമ്പി തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്നും കഴിച്ചിട്ടുമുണ്ട്. സങ്കടം തോന്നുന്നു ചേച്ചി നിങ്ങളെ ഈ ലൈഫ് ജീവിതം കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട്. എന്തോ വീട്ടിൽ നിന്ന് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഉള്ളൊരു പേഴ്സണലി അറിയുന്ന ഒരാളാണ്. അവർക്ക് പോലും ഇങ്ങനത് കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സുധിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് തന്നെയാണ് പ്രശ്നം. ആർക്കും ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ആളുകൾ പ്രതികരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു വിദ്യാ ബിനു എന്ന് പറഞ്ഞ ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്ന, രേണു എന്ന വ്യക്തിയോട് വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ട്. രേണു എന്ന വ്യക്തിയോട് വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ട്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇങ്ങനെ ചെയ്യുന്ന പോസ്റ്റുകളും മറ്റും കാണുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാനാണ് നോക്കുന്നത് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ക്യാപ്ഷനും മറ്റും കൊടുത്ത് ആളുകളെ എന്തിനും മണ്ടന്മാരാക്കണം. ഇതുപോലെ കുറേ കമൻറ്റുകൾ കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ തന്നെ മറ്റുള്ളവർ മണ്ടന്മാരാക്കിയിട്ട് റീച്ച് നേടുന്നതിനെ കൊണ്ട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. രേണു സുധി എന്നൊരു പേര് വെച്ചിട്ട് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. സുധിക്ക് കിട്ടുന്നുണ്ട്, രേണുവിന് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള നാടകങ്ങൾ കളിച്ചിട്ട് മറ്റുള്ളവർ ആളുകളെ പൊട്ടന്മാരാക്കുന്നത്? ഈ കൊച്ചു പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ പൊട്ടന്മാരാക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഞാനും രേണുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. പക്ഷേ ഇതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. എന്തായാലും നേരത്തെ ഒരു ഇൻ്റർവ്യൂവിന് രേണു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഞാൻ ഇപ്പോഴും. അല്ല, അതൊക്കെ ഇങ്ങനെ എടുത്ത് പറയേണ്ടി വരുന്നു. അതെ അതെ അതെ, അത് പറയേണ്ടി വരുന്നു. കാരണം അത് പറയേണ്ട കാര്യം ഇപ്പോഴും സർട്ടിഫിക്കറ്റ്, ഇനി ഞാൻ സർട്ടിഫിക്കറ്റും കാണിക്കണം. ഞങ്ങൾ രണ്ടുപേരും അല്ല, ഞാൻ പറയാം പ്രേക്ഷകർക്ക്, ഇനി അതും ഞാൻ കാണിക്കണം. കുറെ കമന്റ് വരും, സർട്ടിഫിക്കറ്റ് അളുടെ വാവുട്ടാന്നുള്ള വിളി പോലും അതിനൊരു വേരിയേഷൻ ഉള്ള വിളിക്ക് അതുവരെ എനിക്ക് ഇപ്പോഴും അറിയാം. നമുക്ക് കാതിൽ കേൾക്കാതെ ഇതുവരെ ഓർക്കാൻ കാരണം എന്താ? അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്നേഹിക്കാത്ത ഒരാളുടെ കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന പോലെയുള്ള ഇതും റീലും അതുപോലെ തന്നെ അങ്ങനെയുള്ള ക്യാപ്ഷനും കൂടെ കാണുമ്പോൾ ആളുകൾ എന്തായാലും പ്രതികരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രേണുവാണോ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഇത് ഒരു ഷോർട്ടിൻ്റെ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇടണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതായിട്ട് ചെയ്യുന്ന സമയത്ത് ആരാണെങ്കിലും അതെടുത്ത് പ്രതികരിക്കും, അതിനെക്കുറിച്ച് പറയും. അപ്പോൾ അതിന് വെറുതെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവരുടെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറയുകയും ചെയ്യും. അപ്പോൾ നെഗറ്റീവ് പറയുന്നതും സപ്പോർട്ട് നമ്മൾ എങ്ങനെയാണോ ഉൾക്കൊള്ളുന്നത് അതുപോലെ നെഗറ്റീവ് പറയുമ്പോഴും നമ്മളത് ഉൾക്കൊള്ളാൻ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളത് ഇടരുത്. പിന്നെ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഒരു ഇതുണ്ട്, എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായി എന്തോ ഒരു അഹങ്കാരമുള്ള ഒരു ഇത്, ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു ധാർഷ്ട്യം, ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു അഹങ്കാരത്തിൻ്റെ ആ ഒരു ഇതുപോലെ തോന്നി. എനിക്കിനിപ്പോൾ തോന്നിയതാണോ എന്താണെന്നറിയില്ല, എനിക്കെന്തോ അങ്ങനെ തോന്നി. അപ്പോൾ എന്തോ അത് അങ്ങനെ കുറച്ച് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം നോക്കിയപ്പോൾ ഭയങ്കര ഒരു ഇത്
എന്തോ ഒരു പോസിറ്റീവ് പോസിറ്റീവ് ഇത് വേണം, ശരിയാണ്, എപ്പോഴും കരഞ്ഞ് മൂലക്കിരിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ രായ്ക്ക് രാമായണം എപ്പോഴും സുധിച്ചേട്ടൻ, സുധിയുടെ വൈഫ് സുധിച്ചേട്ടൻ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് മാത്രം ഒതുങ്ങി തീരുമ്പോൾ എന്തോ അതിനോട് ആർക്കും പെട്ടെന്ന് യോജിക്കാൻ കഴിയില്ല. അതാണ് ആളുകൾ വിളിച്ച് പറയുന്നതും ആളുകൾ പറഞ്ഞതും. അതിന് പൊട്ടിത്തെറിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ പുള്ളിക്കാരിക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയാണ്. നെഗറ്റീവ് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി പോലെ എനിക്ക് തോന്നി. എന്ത് തന്നെയാണെങ്കിലും രേണു ഇതിപ്പോൾ എന്തൊരു ഷോർട്ടിനാണെങ്കിലും എന്ത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു ക്യാപ്ഷൻ ഇട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇതിൽ പറയാം. അതുപോലെ തന്നെ 1-2 കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണുസുധിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് തന്നെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പോസ്റ്റ് കാണുമ്പോൾ അത് തന്നെയാണ് ആളുകൾ വിശ്വസിക്കുക. അപ്പോൾ എനിക്കും അങ്ങനെ വിശ്വസിക്കാനാണ് തോന്നുന്നത്. രേണു വിവാഹം കഴിക്കുന്നത് കൊണ്ടോ ഇത് വേറൊരു ലൈഫ് ഇതായിട്ട് പോണതിന് കൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടൽ കാട്ടുന്നതിനോട് എനിക്ക് എന്തായാലും പേഴ്സണലി യോജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.